അഞ്ചാം പാതിരായിരുന്നു എനിക്ക് ത്രില്ലർ സിനിമയിൽ ഏറ്റവും സാറ്റിസ്ഫൈങ് തരുന്നതും നല്ലൊരു വർക്കിലാണ് ആക്ച്വലി. പോർത്തോയിൽ വന്നപ്പം എനിക്കത് രണ്ടും സെയിം ആയിരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ടോൺസിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം ആ ബ്ലൂ സൈഡിൻ്റെ ഒരു ഹ്യൂ മാറ്റിയിട്ടുണ്ട്, കുറച്ചും കൂടി വാംത്തിലേക്ക് പോയിട്ടുണ്ട് പോർത്തോയിൽ വന്നപ്പം. സ്റ്റുഡൻറ് ഓഫ് ദി ഇയർ എൻ്റെ മേജറായിട്ടുള്ളൊരു ബിഗ് ഫിലിമായിരുന്നു ബോംബെയിലപ്പം. കരൺ ജോഹറിൻ്റെ ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു ആക്ച്വലി. ദേ ഷുഡ് ലുക്ക് വെരി 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 ക്യൂട്ട്. ചുരുളി എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു വർക്കായിരുന്നു ആക്ച്വലി. പ്രേക്ഷകരുടെ കാഴ്ചപ്പാടാണ് മാറിയത് ആക്ച്വലി. ഞങ്ങളെ പോലത്തെ കളറിസ്റ്റുകൾക്ക് ഒരു മോട്ടിവേറ്റിംഗ് ആണ്. ആർക്ലൈറ്റിൽ ഇന്ന് കളറിസ്റ്റ് ലിജു പ്രഭാകർ ഉണ്ട്. ഹായ് ലിജു. ഹായ്. ഈ നമ്മളൊരു വിഷ്വൽ കാണുമ്പോൾ പറയും എന്തൊരു ഭംഗിയാണ്, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു സൺസെറ്റ് വിഷ്വലോ അങ്ങനെ കാണുമ്പോൾ എന്ത് രസമാണെന്ന് നോക്കി സിനിമാറ്റോഗ്രാഫർ ആരാന്ന് നോക്കും. പക്ഷേ അവർ ഷൂട്ട് ചെയ്ത ആ വിഷ്വലിന് ഭംഗി ഉണ്ടാവാൻ വേറെ കുറേ ഘടകങ്ങളുണ്ട്. അതിലൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് കളറിസ്റ്റ് അല്ലേ? ശരിക്കും എന്താ സാധനം, കളറിസ്റ്റിൻ്റെ പണി എന്താ? ഭയങ്കര ട്രിക്കിയ ക്വസ്റ്റ്യനാണ് ആക്ച്വലി. സി വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത് ആക്ച്വലി, കളർ കറക്ഷൻ. അപ്പോൾ അതിന് ഡിഫറെൻറ്റ് പേരുകളായിരുന്നു വന്നുകൊണ്ടിരുന്നത് ആക്ച്വലി. പണ്ട് ഫിലിമിൽ ഷൂട്ട് ചെയ്യുമ്പോഴും ഈ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ടായിരുന്നു. അതിന് അനലൈസ് ഗ്രേഡിംഗ് എന്നാണ് പറയുന്നത് ആക്ച്വലി. അപ്പോൾ ബേസിക്കലി ഒരു കളറിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു പ്രേക്ഷകൻ ഒരു ഫിലിം കാണുമ്പം അത് ഒരു 2 മണിക്കൂർ, ഒരു എക്സാമ്പിൾ 2 മണിക്കൂറുള്ള ഫിലിം, ആ പ്രേക്ഷകൻ അത് ആ ഫിലിം 2 മണിക്കൂർ ഒരു കണ്ണിന് ഒരു എന്താ പറയുക, ഒരു വെട്ടം തട്ടാതെ, അതായത് ഒരു നമ്മൾ കാണുന്ന ഒരു ഇമേജ് അല്ലെങ്കിൽ കാണുന്ന ഒരു ഫിലിം ഒരേപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കളർ കറക്ഷൻ ആക്ച്വലി. എന്താ പറയുക, ഷൂട്ടിംഗ് സമയത്ത് പല വേരിയേഷൻസ് ഉണ്ടാവും, പല ലൈറ്റിംഗ് കണ്ടീഷൻസ് ആയിരിക്കും, സൺലൈറ്റിൻ്റെ ഡിഫറൻസ് അല്ലെങ്കിൽ ഷാഡോസ്, പല കാര്യങ്ങളിലൂടെ ആയിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ അതെല്ലാം ഒരു ഈക്വലായിട്ട് കൊണ്ടുവരുന്നതാണ് ഒരു കളറിസ്റ്റിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു പണി ആക്ച്വലി. പറയാൻ വളരെ സിമ്പിളാണ്, പക്ഷെ ഒത്തിരി പ്രോസസ് അതിൻ്റെ ബാക്കിൽ നടക്കുന്നുണ്ടല്ലേ. അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു റോ ഫുട്ടേജ്, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ ഇന്റർവ്യൂ ആണെങ്കിലും നമ്മുടെ ക്യാമറയിൽ കാണുന്ന ടോൺ വേറെ ആയിരിക്കും. അത് പക്ഷേ സിനിമയുടെ ഒരു കണ്ടന്റിന്റെ മൂഡുമായി ബന്ധപ്പെടുത്തി അല്ലേ, ആ ഒരു മൂഡ് സെറ്റ് ചെയ്യാന്നുള്ളത് അതാണ് ഞാൻ പറഞ്ഞു വരുവാണ് ആക്ച്വലി. അപ്പോൾ കളറിസ്റ്റിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതാണ് ആ ഒരു കൺസിസ്റ്റൻസി എടുത്തു വരുന്നതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കളറിസ്റ്റിന്. ഒരു നല്ലൊരു കളർ ടെക്നിക്കലി ഞാൻ പറയാണ്, നല്ലൊരു കളറിസ്റ്റ് എന്ന് പറയുമ്പോൾ അത് എത്ര ക്ലോസ് ബൈ ആണ് മാച്ച് ചെയ്ത്, എത്ര ക്ലോസ് ബൈ ഒരു പടത്തിനെ എങ്ങനെ കൊണ്ടുപോകുന്നു, അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കളറിസ്റ്റിൻ്റെ ജോലി. രണ്ടാമത് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, എന്താണൊരു പടം, ആ പടത്തിന് എന്താണ് ഒരു കണ്ടന്റ് എന്താണ്, അതിനനുസരിച്ചിട്ട് നമ്മൾ ഒരു കളർ ടോൺ സെറ്റ് ചെയ്ത് അത് ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് ഇപ്പം ഒരു കളറിസ്റ്റിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ചാലഞ്ച് ആക്ച്വലി. ഓക്കെ. ഇപ്പം ലിജു തന്നെ ചെയ്ത 2 സിനിമകൾ എക്സാമ്പിൾ എടുത്താൽ, ഒന്ന് ഹൃദയം, ഒന്ന് ചുരുളി. ഈ പറഞ്ഞ ഹൃദയം ഭയങ്കര പ്ലസൻറ്റ്, കണ്ണിന് നമുക്ക് ഭയങ്കര കുളിർമ വേണം, അത്രയും പ്ലസൻ്റ് ആയ സന്തോഷമുള്ള ഭയങ്കര നിറങ്ങളുള്ള ഒരു ഫെസ്റ്റിവൽ മൂഡ് സിനിമ. ചുരുളി ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ചുരുളിയിൽ നമുക്ക് ആ കാടിൻ്റെ ഒരു വന്യത, ഒരു വൈൽഡ് സാധനം വേണം, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ബ്ലൂവും ഒരു ബ്ലാക്കും ഒക്കെയാണ് അല്ലെ. അപ്പൊ അതാണ് അതിന്റെ ഒരു മെയിൻ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു ഡിഫറൻസ് എങ്ങനെയാ പറയാ? ഞാൻ പറഞ്ഞ പോലെ തന്നെ പടം എന്താണ് ഒരു പടം, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു കളർ കറക്ഷൻ ഒരു കളറിസ്റ്റ് അപ്രോച്ച് ചെയ്യുന്നത് ആക്ച്വലി. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഹൃദയം ഭയങ്കര ഒരു ഹൃദയത്തിലും കുറേ നമ്മളൊരു ഇൻ ഡെപ്ത് പോയി കഴിഞ്ഞാൽ അതിൽ കുറേ വേരിയേഷൻസ് ഉണ്ട് ആക്ച്വലി. ആ പ്രൊട്ടോഗണിസ്റ്റ്, അതായത് പ്രണവ് മോഹൻലാൽ, ആ യാത്ര ഫസ്റ്റ് ഹാഫ് പോലെയല്ല സെക്കൻഡ് ഹാഫ് ആക്ച്വലി. ഫസ്റ്റ് ഹാഫിൽ തന്നെ പ്രണവിൻ്റെ ജീവിതത്തിൽ വരുന്ന കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്, ഡൗൺസ് ഉണ്ട് കോളേജ് ജീവിതത്തിൽ അടിച്ചു പൊളിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പം അതിലും കുറേ വേരിയേഷൻസ് എടുത്ത് വന്നിട്ടുണ്ട്. അപ്പം ബേസിക്കലി നമ്മൾ എന്താണ് ആ പടത്തിനെ എങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ ആ പടത്തിനെ കൊണ്ട് ഒരു കളർ ടോൺ വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ അത് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റും. ഇതൊരു ആർട്ടാണ് ആക്ച്വലി. ഇത് വെറും ടെക്നിക്കലും ഉണ്ട്, അത്ര തന്നെ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട് ആക്ച്വലി. പക്ഷേ ഇത് അധികം പേർക്കും അറിയത്തില്ല, അതാണ് സത്യാവസ്ഥ.
അപ്പോൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നൻപകൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിലൊരു ഈ പറഞ്ഞ ഉച്ചമയക്കം എന്ന് പറഞ്ഞാൽ അതിനൊരു ഉച്ചയുടെ നിറമാണ്, ഒരു ഗോൾഡൻ പോലെ അങ്ങനെ ഒരു ടോൺ. അത് എനിക്ക് തോന്നുന്നു, ശരിയാണെന്ന് അറിയില്ല. അപ്പം ഇത് ചെയ്ത് കാണിക്കുമോ ആദ്യം, ഇത് പിടിച്ചാലോ അതോ അതെങ്ങനെയാ? ഇപ്പം പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഡിസ്കഷൻ ആദ്യം തന്നെ ഉണ്ടായിരുന്നു. അതിലിപ്പം ലിജോ പല്ലിശ്ശേരിക്ക് പുള്ളി ആദ്യം തന്നെ ഒരു ഇതാ പറഞ്ഞത്, അതായത് വേലിൻ്റെ കാഠിന്യം മനസ്സിലാവണം. ഓക്കെ. സോ അപ്പം ഞാൻ ലിജോ ചേട്ടനെ കാണിച്ചു കൊടുത്തു. അപ്പം പുള്ളി ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിരുന്നു ഫസ്റ്റിൽ തന്നെ. സോ ആ ഒരു മൂഡ് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോയത്. വെയിലും ഷെയ്ഡ്സും രണ്ടും ഉണ്ട് ആക്ച്വലി. പിന്നെ അത് രാത്രിയൊക്കെ പോകുന്ന രാത്രിയുടെ ആ ഒരു ടെക്സ്ചർ അതിൽ വരണം. സോ അതും നല്ല ചാലഞ്ചിങ് ആയിരുന്നു. പക്ഷേ ബേസിക്കായിട്ട് ആ ഒരു വെയില് ശരിക്കും മനസ്സിലാവണം. ഒരു പ്രേക്ഷകർ ഫിലിം കാണുമ്പം ആ ഒരു ഹാർഷ്നെസ്, വെയിലിന്റെ ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്യണം. കറക്റ്റ്. അപ്പം പിന്നെയും ആ മയക്കത്തിൻ്റെ ഉള്ളിൽ ആ ഒരു ഷേഡോ, ഒരു ഗ്രാഫനെ അതിലുണ്ട് ആക്ച്വലി. ഉറങ്ങുന്ന സമയത്തും ആ ടെക്സ്ചർ, അവരുടെ ഒരു സ്കിൻ ടോൺ എങ്ങനെയാണ്, ആ ഷാഡോസിൽ എങ്ങനെ പോകുന്നു, അത് തൊട്ടപ്പുറത്ത് ആ വെയിലുണ്ട്. അപ്പം ആ ഒരു ഗ്രഡേഷൻ ശരിക്കും അതിൽ കാണണം ആക്ച്വലി. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു നിലാവുള്ള രാത്രി കാണിക്കുകയാണ്. അപ്പോൾ ശരിക്കും നമുക്ക് ഈ നിലാവത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റാതെ വന്നാൽ ഈ നിലാവ് ആഡ് ചെയ്യേണ്ടതോ അതിൻ്റെ കളർ കൊണ്ടുവരേണ്ടതൊക്കെ കളറിസ്റ്റുകളാണ് ആക്ച്വലി. ഓക്കെ. വളരെ ടഫായിട്ടുള്ളൊരു കാര്യമാണത്. ഒത്തിരി പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആദ്യം എനിക്ക് കുറേ അപ്രീഷിയേഷൻ കിട്ടിയത് ലീല എന്ന് പറഞ്ഞൊരു പടത്തിനായിരുന്നു. ഓക്കെ. രഞ്ജിത്തിൻ്റെ. അതിൽ ലാസ്റ്റിലത്തെ ഒരു ഓൾമോസ്റ്റ് ഒരു 20 minutes ഡേ ഫോർ നൈറ്റാണ്. ആനേനെ അവളെ കൊല്ലുന്നതും ചവിട്ടുന്നതും അതെല്ലാം ഡെയിലി ഷൂട്ട് ചെയ്തതാണ്. നൈറ്റ് ആയിട്ടാണ് ആക്ച്വലി. അപ്പോൾ അത് ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര കൺസ്യൂം. കാട്ടിൻ്റെ ഉള്ളിൽ ഒരു മൂൺ ലൈറ്റ് എന്ന് പറയുമ്പോൾ ചെറിയൊരു വെളിച്ചവും വേണം, എന്നാൽ ഡാർക്ക്നെസ് പോകാനും പറ്റില്ല. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഒത്തിരി ഫിലിമിൽ ഡേ ഫോർ നൈറ്റ് ചെയ്തിട്ടുണ്ട്. ഡേ ഫോർ നൈറ്റ് ബെസ്റ്റ് എക്സാമ്പിൾ മാളികപ്പുറത്തിലെ ലാസ്റ്റിലത്തെ ഒരു ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂർ ഡേ ഫോർ നൈറ്റാണ്. ഡേ ഫോർ നൈറ്റ് എന്ന് പറഞ്ഞത് രാത്രി പകൽ ഷൂട്ട് ചെയ്യുന്നതിനാണോ? യെസ്. ഓക്കെ. പകൽ ഷൂട്ട് ചെയ്ത് രാത്രിയാക്കുന്നത്. ഓക്കെ. അതിൽ ഉണ്ണിമുകുന്ദൻ എൻഡിലൊരു വരുന്നുണ്ടല്ലോ, അയ്യപ്പനായിട്ട് വരുന്നുണ്ടല്ലോ, ആ കുട്ടിയുടെ ഒരു തോട്ടില്, അത് മൊത്തം ഡേ ഫോർ നൈറ്റാണ്. ആ മല കയറുന്ന മൊത്തം കുട്ടികളായിട്ട് മല കയറുന്ന മൊത്തം ഡേ ഫോർ നൈറ്റാ. അതിൽ ആർക്കും അറിയത്തില്ല അത്. അപ്പൊ അതാണ് ഒരു കളേഴ്സിന്റെ ഒരു ക്രിയേറ്റിവിറ്റി അതില്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആക്ച്വലി. നൈറ്റ് ഷൂട്ട് ചെയ്താൽ പോരെ? കൺസ്ട്രെയിൻസ്. ഒരു കാട്ടിൽ നൈറ്റിൽ ഷൂട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ആക്ച്വലി. അത്രയും ലൈറ്റ്സ് വെക്കണം. പിന്നെ അത്തരം കൺസ്ട്രെയിൻസ് ഉള്ളപ്പോഴാണ് ഈ ഡേ ഫോർ നൈറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നൈറ്റ് ചെയ്തിട്ടുണ്ട് കുറെ. നല്ല നൈറ്റ് ചെയ്യുമ്പം ലിറ്റപ്പ് ചെയ്യും അത്, പക്ഷെ അത് തോന്നരുത്. അത് വേറൊരു ചലഞ്ച്. അതിൽ ലൈറ്റ് ഉണ്ടാവുകയും ചെയ്യരുത്, പക്ഷെ നമുക്ക് കാണുകയും വേണം. രാത്രി അറിയണം, ഫീൽ ചെയ്യരുത്. സോ ഇതെല്ലാം ഒരു കളറിസ്റ്റിന്റെ പണി, ജോബിൽ വരുന്നത് ആക്ച്വലി. ചുരുളിയിൽ ഇതുപോലെ രാത്രിയുള്ള ഒരുപാട് സാധനങ്ങൾ, അതും ഡേ ഫോർ നൈറ്റ് ഉണ്ട്. പക്ഷെ എത്ര പേർക്ക് അറിയാം? അത് അറിയില്ല. ഞാൻ ഈ കഥ ആദ്യം കേൾക്കുന്നേ വടക്കം വീരഗാഥയില് മമ്മൂക്ക മറ്റേ കുതിരപ്പുറത്ത് പോകുന്ന ഒരു നിലാവുള്ള രാത്രി മാധവിയുടെ വീട്ടിലേക്ക് പോകുന്ന സാധനമുണ്ട്. അത് പകലാണ് ഷൂട്ട് ചെയ്യുന്ന ഇപ്പം ഞെട്ടിപ്പോയി. പക്ഷെ പിന്നെ ഈ കളറിസ്റ്റിന്റെ ജോലികളെ കുറിച്ച് അറിയുമ്പോഴാണ് ഇത് സ്ഥിരം സംഭവിക്കുന്നതാണ്. പക്ഷെ ആ സമയത്തെല്ലാം വളരെ ചാലഞ്ചിങ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനലൈസറിൽ വെറും 6 GB മാത്രമേ ഇല്ലൂ. അതിലങ്ങനെ എടുക്കുന്നതിൻ്റെ ഒരു അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ കുറച്ചും കൂടി ലിബറലാണ്. നമുക്ക് പോസ്റ്റിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇത്. പക്ഷേ പോസ്റ്റിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ there you can judge a colorist actually. നമുക്ക് എങ്ങനെ ഒരു ഇപ്പം 10 പേരിലുണ്ടെങ്കിൽ എങ്ങനെ ഒരാൾ ബെറ്റർ ആകുന്നത് ഇങ്ങനെയാണ്. ഓക്കെ. സോ ഡേ ഫോർ നൈറ്റ് ഓഫ് കോഴ്സ് ചാലഞ്ചിങ് ആണ്. പക്ഷെ അത് ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു കാര്യമാണ്. പെർഫെക്റ്റ് ആയി. എനിക്ക് ഞാൻ പറയാൻ കാരണം മാളികപ്പുറത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ഉണ്ണിമുകുന്ദൻ അമ്പുമില്ലായിട്ട് വരുന്നപ്പോൾ ഒത്തിരി പേര് കൈയടിക്കുന്നുണ്ടായിരുന്നു.
അപ്പം അതങ്ങനെ ആക്കി തരാൻ ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. അതങ്ങനെ ആവത്തില്ലേ എന്താ പറയുക, ഷൂട്ടിലെ സമയത്ത് എല്ലാവരും പകലാണ് കാണുന്നത്. അത് എൻഡ് റിസൾട്ട് ആ തിയേറ്ററിൽ ലാസ്റ്റ് വരുമ്പോഴാണ് മനസ്സിലാകുന്നത്. സോ എല്ലാവർക്കും ടെൻഷൻസ് ഉണ്ടാവും. ഇപ്പം പോർത്തൊഴിൽ ചെയ്തല്ലോ, ഇപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ത്രില്ലർ ഒക്കെ ചെയ്യുമ്പം നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു മൂഡുണ്ട് ഒരു ത്രില്ലർ സിനിമയ്ക്ക്. സെയിം കണ്ടന്റ് ഉള്ള സിനിമകൾ വരുമ്പം പക്ഷെ അതേ മൂഡായിരിക്കും, എന്നാൽ എന്ത് ഡിഫറൻസ് കൊടുക്കാൻ പറ്റും? അതൊരു ചാലഞ്ചാണോ? ചലഞ്ചാണ് ആക്ച്വലി. അഞ്ചാം പാതിരായിരുന്നു എനിക്ക് ത്രില്ലർ സിനിമയിൽ ഏറ്റവും സാറ്റിസ്ഫൈങ് തരുന്നതും നല്ലൊരു വർക്കിൽ. ആക്ച്വലി DOP ഷൈജു ഒക്കെ അതിമനോഹരമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി. അപ്പം അത് ആ ഒരു ത്രില്ലർ മൂഡിൽ കൊണ്ടുവരിക മാത്രം ചെയ്താൽ മതിയായിരുന്നു എനിക്കതിൽ. നേരെ മറിച്ച് പോർത്തൊഴിൽ വന്നപ്പം എനിക്കത് രണ്ടും സെയിം ആയിരുന്നുണ്ടായിരുന്നു. അപ്പം അതിൽ കുറച്ച് ടോൺസിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം ആ ബ്ലൂ സൈഡിൻ്റെ ഒരു ഹ്യൂ മാറ്റിയിട്ടുണ്ട്, കുറച്ചും കൂടി വാമത്തിലേക്ക് പോയിട്ടുണ്ട് പോർത്തൊഴിൽ വന്നപ്പം. അത് ഒരു പിന്നെ ഒരു തമിഴ്നാട്ടിൻ്റെ ഒരു കൾച്ചർ അതിൽ വന്നിട്ടുണ്ട്. നേരെ മറിച്ച് അഞ്ചാം പാതിരയിൽ അങ്ങനെയില്ല ആക്ച്വലി. കുറച്ചും കൂടി ഒരു ഹൈ റേഞ്ചിലെ സെക്കൻഡ് ഹാഫിൽ പോകുമ്പം ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു ആക്ച്വലി. ഒരു കുറച്ചും കൂടി ഒരു കൂൾനെസ് കൊണ്ട് ഒരു ബ്ലൂ എലമെന്റ് അതിൽ വന്നിട്ടുണ്ട്. റെഡ് ഉണ്ടായിരുന്നു, പക്ഷെ ഒരു ബ്ലൂ എലമെന്റും കൂടി അതിൽ കയറിയിട്ടുണ്ട്. ഇപ്പം ബോളിവുഡിൽ സ്റ്റുഡൻറ് ഓഫ് ദി ഇയർ ചെയ്തൊരു വലിയ സിനിമയായിരുന്നു. അപ്പം അതിൽ പക്ഷേ ഈ പാട്ടിലൊക്കെ പോകുമ്പോൾ വേറെ തന്നെ ഒരു കളർ ടോണായിട്ട് നമുക്ക് തോന്നും. അതും അത് എങ്ങനെയാണോ? അത് അങ്ങനെയാണ് ആക്ച്വലി. സ്റ്റുഡൻറ് ഓഫ് ദി ഇയർ എൻ്റെ മേജറായിട്ടുള്ളൊരു ബിഗ് ഫിലിമായിരുന്നു ബോംബെയിലപ്പം. ഓൾമോസ്റ്റ് ഒരു 2 മാസം എടുത്തു. ഞാൻ മാത്രമായിരുന്നില്ല, എൻ്റെ ബോസ് കെൻ മെസ്കറും ഉണ്ടായിരുന്നു കൂടെ. അപ്പം പുള്ളിയായിരുന്നു സൂപ്പർവൈസ് ചെയ്യുന്നത്. അപ്പം അതിൽ ഈ 2 മാസം എന്ന് പറഞ്ഞാൽ 8 hours കണ്ടിന്യൂസ് ഉണ്ടാവും. അവിടെ ഞാൻ റിലയൻസ് മീഡിയ വർക്സിലായിരുന്നു ഉണ്ടായത് ബോംബെയിലപ്പം. അപ്പം ഞങ്ങൾക്ക് ഒത്തിരി കളറിസ്റ്റുകളുണ്ട് അവിടെ. അപ്പം ഞങ്ങൾക്ക് ഓരോ ആൾക്ക് ഓരോ ഷിഫ്റ്റാണ്. അപ്പോൾ ഈ 8 hours ഇതന്നെയായിരിക്കും, വേറെ ഒന്നും ചിന്തിക്കണ്ട ആക്ച്വലി. കരൺ ജോഹറിൻ്റെ ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു ആക്ച്വലി. ദേ ഷുഡ് ലുക്ക് വെരി 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 ക്യൂട്ട്. അവർ 3 പേരും ഡെബ്യൂ ഫിലിമായിരുന്നു. അപ്പം ആ ഒരു ക്യൂട്ട് എന്നുള്ളൊരു വേർഡ് അത് പറയാൻ ഭയങ്കര സിമ്പിളാണ്. ആ ക്യൂട്ട്നെസ് എടുത്തു വരാൻ ഭയങ്കര, അതായത് ഒരു ഗ്ലോസി ഒരു കമേഴ്ഷ്യൽ ഫിലിമാണ്, ഒരു ഗ്ലോസിനെസ് കൊണ്ടുവരണം. അപ്പോൾ പാട്ടുകൾ നോക്കിയാൽ ഭയങ്കര എല്ലാ സ്കിന്നും അതിന് വർക്ക് ചെയ്തിട്ടുണ്ട് 3 പേരുടെയും. സോ അതിന് അത്രയും സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭയങ്കര ഭംഗിയുള്ള നായകന്മാരുടെ ഷോട്ടൊക്കെ കാണുമ്പോൾ അതിൽ കളറിന് ഒരു പങ്കുണ്ട്. സിനിമാറ്റോഗ്രാഫർ അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ കളർ ടോൺ സെറ്റ് ചെയ്യുന്നതിലൂടെ അത് എൻഹാൻസ് ആവും ആക്ച്വലി. ബേസിക്കലി ഒരു സിനിമാറ്റോഗ്രാഫർ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്താൽ ഒരു നല്ല രീതിയിൽ ഔട്ട്പുട്ട് ഒരു കളറിസ്റ്റിന് എടുത്തു വരാൻ പറ്റും. സോ ഇത് ഭയങ്കര ഇന്റർ റിലേറ്റഡ് ആണ്. ഇപ്പം ലിജുവിൻ്റെ ഒരു ചെയ്ത സിനിമകളുടെ ലിസ്റ്റ് എടുത്താൽ ഒരുപാടുണ്ട്, എണ്ണ ഇല്ല. ഇപ്പം ഒരു റഫായിട്ടൊരു കണക്ക് പറഞ്ഞാൽ 150 മുകളിലുണ്ടെന്ന് മുമ്പേ പറഞ്ഞു. അപ്പോൾ ഇത്രയും സിനിമകളിൽ അങ്ങനെ ചോദിക്കുന്നത് മണ്ടത്തരാണ്, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഏറ്റവും എഫേർട്ട് ഇട്ട് ഭയങ്കര ചാലഞ്ചിങ് ആയി ചെയ്ത് പക്ഷെ കാണുമ്പം വാവ് പെർഫെക്റ്റ് ആയി അന്ന് തോന്നിയ ഒരു സിനിമ ഉണ്ടാവല്ലോ, അതേതാ? അങ്ങനെ കുറേ ഫിലിംസ് ഉണ്ട് ആക്ച്വലി. നല്ലൊരു ചോദ്യമാണ്. ഇപ്പം എനിക്ക് ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയാൻ പറ്റും. ചുരുളി എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു വർക്കായിരുന്നു ആക്ച്വലി. ആ റിസൾട്ട് തിയേറ്ററിൽ റിലീസായിട്ടില്ല, പക്ഷേ ഫെസ്റ്റിവൽ സർക്യൂട്ട്സിൽ പോയിട്ടുണ്ടായിരുന്നു ആക്ച്വലി. അപ്പം അപ്പോൾ ഭയങ്കര ഒരു വോ ഫാക്ടർ ഉണ്ടായിരുന്നു ആക്ച്വലി. എനിക്ക് ഞാൻ തന്നെയല്ലേ ചെയ്തത് നല്ല ഇത്. എനിക്ക് ചാലഞ്ചിങ് ആയിട്ട് ഭൂതകാലം ഉണ്ടായിരുന്നു. ഭൂതകാലത്തെ കുറിച്ച് സംസാരിക്കണം എന്ന് വിചാരിച്ചാൽ ഇനി ഹൃദയവും ഭൂതകാലം ഒരേ ദിവസം റിലീസ് ചെയ്തതാ. എൻറ്റയർലി ഡിഫറെൻറ്റ് ജോണർ, എൻറ്റയർലി ഡിഫറെൻറ്റ് മൂഡ്സ്, എൻറ്റയർലി ഡിഫറെൻറ്റ് ഗ്രേഡ് ആയിരുന്നു. അപ്പം ഭൂതകാലത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റിലത്തെ ആ അരമണിക്കൂറിൽ 20 മിനിറ്റ് പ്രേതം വരുന്നുണ്ടില്ല അങ്ങനെ ഒരു ഫീൽ ഉണ്ട്, പക്ഷെ അത് കാണാനും പറ്റണം, എന്നാൽ ഓവർ ആവുകയും ചെയ്യരുത്. ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു ആക്ച്വലി. പക്ഷെ അത്രയും മനോഹരമായിട്ട് അത് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും
എത്ര പേരുണ്ട് ലിജുവിൻ്റെ ഒരു ഗ്രൂപ്പിൽ? എൻ്റെ ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു 9 പേരുണ്ട് ആക്ച്വലി, 8-9 പേരുണ്ട് ആക്ച്വലി. ഓക്കെ. സോ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യാനും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ വിത്തൗട്ട് ദീസ് പീപ്പിൾ ഐ ആം നത്തിങ്. സോ എൻ്റെ ബാക്ക് ബോൺ ആണ് ആക്ച്വലി. ഓക്കെ. ഇപ്പോൾ ഒരു സമയത്ത് ഒന്നിലധികം സിനിമകൾ ചെയ്യാറുണ്ടോ? ഉണ്ടല്ലേ? ചെയ്യേണ്ടി വരുന്നുണ്ട് ആക്ച്വലി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യുമ്പം ഒന്ന് മാത്രം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ടീം ഉള്ളതുകൊണ്ട് അത് സക്സസ്ഫുള്ളി അങ്ങനെ പോകുന്നുണ്ട് ആക്ച്വലി. പോത്തതിന് ശേഷം വേറെ തമിഴ് ചെയ്തോ? തമിഴ് ഇപ്പം 1-2 ചെയ്തിട്ടുണ്ട് ആക്ച്വലി. അപ്പം പാരഞ്ജത്തിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ ഒരു പടം ബോട്ടിൽ രാധ എന്ന് പറഞ്ഞിട്ട്. ബോട്ടിൽ രാധ ഒരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിലിമാണ്. അത് അപ്കമിങ് റിലീസ് ഉണ്ടാവും, തിയേറ്റർ റിലീസ് ഉണ്ടാവും. പിന്നെ ഒരു ശരത് കുമാറിൻ്റെ ഒരു ആഴി എന്ന് പറഞ്ഞിട്ടൊരു ഒരു പടം വരാനുണ്ട് ആക്ച്വലി. ഇപ്പോൾ ഒരു ശരത് കുമാറിൻ്റെ ഒന്ന് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി ചെയ്യണം. അപ്പം കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇപ്പം കന്നഡയിൽ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കാം, ഭാവനയുടെ ഒരു പടം. അപ്പം ഒരു പഞ്ചാബി ഫിലിം നടക്കുന്നുണ്ട്. കുറച്ചും കൂടി ഹിന്ദി ഒന്നൊന്ന് ടോക്കിലാണ് ആക്ച്വലി. സോ ഹോപ്പ്ഫുള്ളി ഉണ്ടാവും. പക്ഷേ കുറച്ച് സമയം എടുക്കും. ഷൂട്ടിൽ ബോളിവുഡിൽ ചെയ്യണം, നിങ്ങൾ ഇവിടെ തന്നെയായിരിക്കും ഇവിടെ തന്നെ ചെയ്യാം. പ്രേക്ഷകരുടെ കാഴ്ചപ്പാടാണ് മാറിയത് ആക്ച്വലി. പ്രേക്ഷകർ പണ്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ കാഴ്ചപ്പാട് ഫസ്റ്റ് ഓഫ് ഓൾ കാഴ്ചപ്പാട്. സോ ദാറ്റ് ഈസ് വാട്ട് ഞങ്ങളെപ്പോലത്തെ കളറിസ്റ്റുകൾക്ക് ഒരു മോട്ടിവേറ്റിംഗ് ആണ്. സോ ഇപ്പോൾ ഒരു നല്ലൊരു ഫിലിം കാണുമ്പം ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി കളറിങ് എങ്ങനെയുണ്ട്, അതിൻ്റെ റിവ്യൂസ് ഇല്ലെങ്കിൽ പറയാൻ തുടങ്ങി. കളറിങ് കൊള്ളാം, ഇല്ലേ കളറിങ് ഇങ്ങനെ ചെയ്തതെന്നില്ലേ. സോ ബേസിക്കലി എല്ലാവരും അത് സിനിമാറ്റോഗ്രാഫേഴ്സ് നല്ല സിനിമാറ്റോഗ്രാഫി എന്ന് പറയും. പക്ഷേ ഇപ്പം നല്ല സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നുണ്ട്, അതിൻ്റെ അപ്പുറം തന്നെ ബാക്ക് ആയിട്ടുള്ള കളർ ടോൺ നല്ലതാണെന്ന് പറയുന്നത്. അതെ. സോ അത് ഭയങ്കര പ്ലീസിങ് ആണ്. നമ്മൾ പ്രേക്ഷകർ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതെ നമ്മൾ ചെയ്യുന്ന ഒരു എഫേർട്ട് മനസ്സിലാവുന്നുണ്ട് അല്ലേ. സോ ഹോപ്പ്ഫുള്ളി എന്നും കുറേ കൂടി ബെറ്റർ ആവുമെന്ന് വിചാരിക്കാം. തീർച്ചയായിട്ടും ബെറ്റർ ആവും. ഒരു സിനിമയുടെ ഈ ടോട്ടാലിറ്റിയിൽ നിങ്ങളുടെ പങ്ക് എത്ര വലുതാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പം നമ്മുടെ പ്രേക്ഷകർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം നല്ല സിനിമകൾ വരട്ടെ, നല്ല വർക്കുകൾ സംഭവിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.